Namaste everyone. Today we are going to solve the problems of sets in exercise number 1.5. Before proceeding to solve the problems, let us discuss the concept of complement of a set. We have already discussed the union, intersection and difference of two sets. Today we are going to see the complement of a set. So let A be any set and use the universal set. So we are given a set A and the universal set. Then the complement of A denoted by A dash or AC is defined as the set of all x such that x belongs to U and x does not belongs to A. That is, A dash is the set consisting of all the elements which are belongs to U but which are not in A. That is, A dash is U minus A. യുവിൽ നിന്ന് എയിലുള്ള എലിമെന്റ്സ് എല്ലാം കഴിച്ച് ബാക്കിയുള്ളത് അതിന് നമ്മൾ എയുടെ കോംപ്ലിമെന്റ് എന്ന് പറയാം. എ ഡാഷ് എ ഒഴിച്ച് ബാക്കിയുള്ളത്. അപ്പൊ നമുക്ക് എ ഡാഷ് കാണുമ്പോൾ യു തരണം. സെറ്റ് ഓഫ് ഓൾ യൂണിവേഴ്സൽ സെറ്റ് എ ഗിവൺ സെറ്റ് അതിന്റെ കോംപ്ലിമെന്റ് എ ഡാഷ് ഇങ്ങനെ വരിക. നമ്മൾ വെൻ ഡയഗ്രാമിൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. എപ്പോഴും നമുക്കറിയാം യൂണിവേഴ്സ് സെറ്റ് നമ്മളൊരു റെക്ടാങ്കിൾ ഷേപ്പിൽ വരയ്ക്കും. അതിൻ്റെ ഉള്ളിൽ സെറ്റാണ് എ. അങ്ങനെയാണെങ്കിൽ എ ഡാഷ് എ ഒഴിച്ച് ബാക്കിയുള്ളത് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യണം. ഇതിനാണ് നമ്മൾ എ ഡാഷ് എന്ന് പറയാം. അപ്പൊ എ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഒഴിച്ച് ബാക്കി വരുന്ന സെറ്റ് യുവിലുള്ളത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സെറ്റ് യു ഇസ് ഇക്വൽ ടു സെറ്റ് 1 2 3 4 5 6 യൂണിറ്റ് സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 1 മുതൽ 6 വരെ. എ ഇസ് ഇക്വൽ ടു 1 2 3 4. യു ഇസ് ഇക്വൽ ടു സെറ്റ് 1 2 3 4 5 6 and A is equal to set 1 2 3 4. Then A dash is equal to 1 ഉണ്ട് 2 ഉണ്ട് 3 ഉണ്ട് 4 ഉണ്ട്. അത് ഒഴിച്ച് യുവിലുള്ളത് ബാക്കി രണ്ടെണ്ണം 5 6. ഇതിനാണ് നമ്മൾ എ ഡാഷ് എന്ന് പറയാം കേട്ടോ. ഇപ്പൊ കോംപ്ലിമെന്റ് ഓഫ് ദി സെറ്റ് നമ്മൾ കൂടുതലും എ ഡാഷ് എന്ന് എഴുതുക. എയുടെ മുകളിൽ ഇങ്ങനെ ഒരു സി എന്ന് എഴുതാം. അപ്പൊ അത് ഈ നൊട്ടേഷനൊക്കെ കൂടുതൽ നമ്മൾ എ ഡാഷ് ഈ നൊട്ടേഷൻ ഉപയോഗിക്കുക. അപ്പൊ ഇതാണ് നമ്മൾ ഒരു കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ. ഈ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്സിന് ഈ സെറ്റിന് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇത് എ സെറ്റ് അതിന്റെ കോംപ്ലിമെന്റ് എ ഡാഷ്. അപ്പൊ എ യൂണിയൻ എ ഡാഷ് എയും എ ഡാഷും ചേർന്ന് കഴിഞ്ഞാൽ എപ്പോഴും യൂണിയൻ സെറ്റ് കിട്ടുന്ന അർത്ഥം. കാരണം എ ഒഴിച്ച് ബാക്കിയുള്ള നമ്മൾ എ ഡാഷ് എന്ന് പറയാം. അപ്പൊ എ ഡാഷും എയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് യൂണിയൻ സെറ്റ് കിട്ടും കേട്ടോ. ഒന്ന് എയും എ ഡാഷും എപ്പോഴും ഡിസ്റ്റോയിന്റ് ആയിരിക്കും. കാരണം എ ഒഴിച്ച് ബാക്കിയുള്ള നമ്മൾ എ ഡാഷ് എന്ന് പറയാം. അപ്പൊ എ ഡാഷിനും എക്കും കോമൺ ആയിട്ട് ഒരു എലമെന്റ് ഉണ്ടാവില്ല. അപ്പൊ എ ഇന്റർസെക്ഷൻ എ ഡാഷ് എപ്പോഴും നൾ സെറ്റ് ആയിരിക്കും. പിന്നെ എയുടെ കോംപ്ലിമെന്റ് കണ്ടു. ആ കിട്ടിയ സെറ്റിന് വീണ്ടും കോംപ്ലിമെന്റ് കാണുമ്പോൾ നമുക്ക് എ കിട്ടും. എ ഡാഷ് ഹോൾ ഡാഷ് ഇസിക്കൽ ടു എ. എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് ഇസിക്കൽ ടു എ. ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട് ഡി മോർഗൻസ്, ഞാൻ പറയാപ്പോ. പിന്നെ നമുക്കറിയാം നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ 5 ഒരു എലമെന്റും ഇല്ലാത്തതാണ്. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും യൂണിറ്റ് സെറ്റ് യു വരും കേട്ടോ. 5 ഡാഷ് എപ്പോഴും യു ആയിരിക്കും. 5യുടെ കോംപ്ലിമെന്റ് യു ആയിരിക്കും. അതുമാതിരി തന്നെ യു എന്ന് പറഞ്ഞ ഫുൾ സെറ്റ് അതിന്റെ കോംപ്ലിമെന്റ് 5 ആയിരിക്കും. ഇതെല്ലാം നമുക്ക് വെൻ ഡയഗ്രാം വെച്ച് കാണിക്കാൻ പറ്റും. ഇനി രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ആണ് ഡി മോർഗൻസ് ലോ, ഡി മോർഗൻസ് പ്രോപ്പർട്ടി. ഡി മോർഗൻസ് ലോ രണ്ടെണ്ണമുണ്ട്. നമുക്കറിയാം രണ്ട് സെറ്റുകളിലെ യൂണിയൻ എ യൂണിയൻ ബി. ആ ഇതിന്റെ കോംപ്ലിമെന്റ് കാണണമെങ്കിൽ എ യൂണിയൻ ബി ഡാഷ് ഇസ് ഈക്വൽ ടു ഈ ഇത് ഡാഷ് ഡിസ്ട്രിബ്യൂട്ട് കൊടുക്കുക. അപ്പൊ എ ഡാഷ് കിട്ടും. യൂണിയന്റെ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ വരിക ബിയുടെ ബി ഡാഷ് കേട്ടോ. ഫസ്റ്റ് നിയമം എ യൂണിയൻ ബി ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. രണ്ടാമത്തത് എ ഇന്റർസെക്ഷൻ ബി ഡാഷ്. എയുടെയും ബിയുടെ ഇന്റർസെക്ഷൻ കണ്ടു. ആ കിട്ടിയ സെറ്റിന്റെ കോംപ്ലിമെന്റ് കാണുന്നതിന് പകരം നമുക്ക് ആദ്യം എയുടെ കോംപ്ലിമെന്റ് കാണുക, ബിയുടെ കോംപ്ലിമെന്റ് കാണുക, രണ്ടിന്റെ യൂണിയൻ കണ്ടാൽ മതി. നമ്മൾ ഈ ഡാഷ് ഡിസ്ട്രിബ്യൂട്ട് കൊടുക്കണോ. എക്ക് കൊടുക്കുമ്പോൾ എ ഡാഷ് ആവും, ഇന്റർസെക്ഷന്റെ കോംപ്ലിമെന്റ് യൂണിയൻ ആവും. ബിക്ക് കൊടുക്കുമ്പോൾ ബി ഡാഷ് ആവും. ഇതിനെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് ലോ ആണ്, രണ്ട് പ്രോപ്പർട്ടി ഡി മോർഗൻസ് പ്രോപ്പർട്ടി, ഡി മോർഗൻസ് ലോ.
എ യൂണിയൻ ബി ഡാഷ് ഈസ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. രണ്ടാമത്തത് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് ഈസ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. നമുക്ക് ഇത് വെച്ചിട്ട് എക്സസൈസിൽ കണക്കുകൾ ഈ സെക്ഷനിൽ കോംപ്ലിമെന്റിൽ മാത്രമേ പറയുന്നുള്ളൂ. അത് വെച്ച് നമുക്ക് കണക്കുകൾ ചെയ്തു നോക്കാം. 1.5 ഇപ്പോഴും നമുക്ക് യു തന്നിട്ടുണ്ടാവും, പിന്നെ കുറെ സെറ്റ് തന്നിട്ടുണ്ടാവും. കാരണം യു തന്നാൽ മാത്രമേ നമുക്ക് കോംപ്ലിമെന്റ് എഴുതാൻ പറ്റുള്ളൂ. ആദ്യത്തെ സെറ്റ് യു ഇസ് ഈക്വൽ ടു 1 2 3 4 അപ് ടു 9 വരെ. എ ഇസ് ഈക്വൽ ടു 1 2 3 4, ബി ഇസ് ഈക്വൽ ടു 2 4 6 8, സി ഇസ് ഈക്വൽ ടു 3 4 5 6. അവർ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. 6 കണക്കുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് റീറൈറ്റ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലത്തില് given that u is equal to set 1 2 3 4 5 6 7 8 9. 3 സെറ്റുകൾ തന്നിട്ടുണ്ട്. എ തന്നിട്ടുണ്ട്. എ എന്തായിരുന്നു വെച്ചാൽ 1 2 3 4, ബി 2 4 6 8, എ 1 2 3 4, ബി 2 4 6 8, സി എന്ന് പറഞ്ഞ സെറ്റ് കൂടി ഉണ്ട്. സി 3 4 5 6, 3 4 5 6. നമുക്ക് ചോദിച്ചത് എന്തൊക്കെയാണെങ്കിൽ അതിൽ ഒന്നാമത്തത് എ ഡാഷ് കാണണം, ബി ഡാഷ് കാണണം, എ യൂണിയൻ ബി ഡാഷ് കാണണം. ഒന്നാമത്തത് എ ഡാഷ്, രണ്ടാമത്തത് ബി ഡാഷ്, മൂന്നാമത്തത് എ യൂണിയൻ ബി ഡാഷ്. ആദ്യം ഇത് 3 കാണാം. വാട്ട് ഈസ് എ ഡാഷ്? സെറ്റ് ഓഫ് ഓൾ യു എന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റ് ഓഫ് ഓൾ എലിമെന്റ്സ് 1 2 3 4 5 6 അപ് ടു 9 വരെയാണ്. എ എന്ന് പറഞ്ഞാൽ 1 2 3 4. അപ്പൊ എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? യുവിൽ ഉണ്ടാവണം, എയിൽ ഉണ്ടാവാൻ പാടില്ല. അതാണ് യു മൈനസ് എ. അപ്പോൾ നമുക്ക് 1 എയിലുണ്ട്, 2 എയിലുണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പൊ യുവിൽ ഉണ്ടാവണം, എയിലില്ലാത്തത് നമുക്ക് 5 6 7 8 9 ആണ്. ഇതാണ് എ ഡാഷ് കിട്ടുക കേട്ടോ. എ ഡാഷ് എന്ന് പറഞ്ഞാൽ യുവിൽ നിന്ന് എ കുറച്ച് കളഞ്ഞിട്ടുള്ളത്, എ ഒഴിച്ച് ബാക്കിയുള്ളത്. ബി ഡാഷ് അതുമാതിരി തന്നെ ബി ഒഴിച്ച് ബാക്കിയുള്ളത്. ബിയിൽ നമുക്ക് 2 4 6 8 ആണ്. 1 3 5 7 9. നമ്മൾ എണ്ണം നോക്കുമ്പോൾ ഇവിടെ 9 എലമെന്റ് ഉണ്ട്. എയിൽ 4 എലമെന്റ് ആണ്. ബാക്കി നമുക്ക് എ ഡാഷിൽ 5 എലമെന്റ് വരിക. ബിയിൽ 4 എലമെന്റ്, ബി ഡാഷ് 5 എലമെന്റ് വരിക. അപ്പൊ എ ഡാഷ് കണ്ടു, ബി ഡാഷ് കണ്ടു. ഈ എ യൂണിയൻ ബി ഡാഷ് കാണുക, ഫസ്റ്റ് എ യൂണിയൻ ബി കാണുക. പിന്നെ അത് ഒഴിച്ചില്ല നമുക്ക് കണ്ടാൽ മതിയല്ലോ. എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എടുത്ത് എഴുതണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ എഴുതാം 1 2 3 4. ഡയറക്റ്റ് ആൻസർ എഴുതാം യു യൂണിയൻ 2 4 6 8. രണ്ട് ഇതിന്റെ യൂണിയൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. എയും ബിയും ചേർത്ത് എഴുതണം. 1 2 3 4, പിന്നെ 2 4 ആദ്യം വേണ്ട, 6 8. ഇനി നമുക്ക് ഇതിന്റെ കോംപ്ലിമെന്റ് എഴുതാം. അതായത് യുവില് ഉള്ളതും ഇതിലില്ലാത്തതും. 1 2 3 4 ഉണ്ട്, അവിടെ 5 ഇല്ല. 6 ഇവിടെ ഉണ്ട്, 7 ഇല്ല. 8 ഇവിടെ ഉണ്ട്, 9 ഇല്ല. 3 എലിമെന്റ് വരിക. ഇവിടെ 2 3 4 5 6 എലിമെന്റ് ഉണ്ട്. 6 3 9 ശരിയായി. അപ്പൊ ഇതാണ് എ യൂണിയൻ ബി ഡാഷ്. അപ്പൊ ആദ്യം എ യൂണിയൻ ബി ആണ്. ഇനി യുവിലുള്ളതും എ യൂണിയൻ ബിയിൽ ഇല്ലാത്ത എലിമെന്റ്, അതാണ് എ യൂണിയൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് 3 ആയി. ഇനി നെക്സ്റ്റ് നോക്കാം. അടുത്തത് എ യൂണിയൻ സി ഡാഷ് ഉണ്ടായിരുന്നു. നമ്മൾ എ യൂണിയൻ ബി ഡാഷ് ആദ്യം ചെയ്തത്. എ യൂണിയൻ സി ഡാഷ് നമുക്ക് ചെയ്യാം. എ ഡാഷ് ഹോൾ ഡാഷ് ഉണ്ട്, എ യൂണിയൻ സി ഡാഷ് ഉണ്ട് കേട്ടോ. എ യൂണിയൻ സി ഡാഷ്, എ യൂണിയൻ സി ഡാഷ് കാണി നമ്മൾ വി ഹാവ് എ യൂണിയൻ സി കാണാം ആദ്യം തന്നെ. എ യൂണിയൻ സി ഇസ് ഈക്വൽ ടു സെറ്റ് എ എഴുതുക 1 2 3 4 യൂണിയൻ 3 4 5 6. രണ്ട് സെറ്റുകളിലെ യൂണിയൻ 1 2 3 4 എടുത്ത് എഴുതി. ബാക്കി ഇവിടെ 3 4 ഓൾറെഡി എഴുതി കഴിഞ്ഞു. 5 6. ഇനി അതിന്റെ കോംപ്ലിമെന്റ് യുവിലുള്ളതും അതിലില്ലാത്തതും. 1 2 3 4 5 6 വരെ ഉണ്ട്, ഇല്ലാത്തത് 7 8 9 ആണ്. 3 എലിമെന്റ് വരാൻ പാടുള്ളൂ, കാരണം ഇവിടെ ഓൾറെഡി 6 എലിമെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് എ യൂണിയൻ സി ഡാഷ്. ഇത് 3 ആയിരുന്നു. 4 നമ്മൾ ഓൾറെഡി ചെയ്തു.
ഇനി 5 എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് എ ഡാഷ് ഹോൾ ഡാഷ് എ ഡാഷ് ആണ് വീണ്ടും ആ സെറ്റിന്റെ ഡാഷ് കാണുക എ തന്നെ കിട്ടും നമ്മൾ കണ്ടു പ്രോപ്പർട്ടിയിൽ നമുക്ക് നോക്കാം വി ഹാവ് എ ഡാഷ് ഈസ് ഈക്വൽ ടു എ ഒഴിച്ച് ബാക്കിയുള്ളത് എയിൽ 1 2 3 4 ഉണ്ട് അത് ഒഴിച്ച് ബാക്കിയുള്ളത് നമുക്ക് 5 6 7 8 9 ഇനി അതിന്റെ എ ഡാഷ് ഹോൾ ഡാഷ് ഈ സെറ്റിന്റെ കോംപ്ലിമെന്റ് അതായത് 5 6 7 8 9 അതിന്റെ കോംപ്ലിമെന്റ് യുയിലുള്ളതും അതിലില്ലാത്തതും നമുക്കറിയാം 1 2 3 4 5 6 7 8 9 അവിടെ ഉണ്ട് അപ്പൊ എ ഡാഷ് ഹോൾ ഡാഷ് ഫിസിക്കൽ അത് കിട്ടുക അത് എ തന്നെ വരിക കേട്ടോ എപ്പോഴും എ ഡാഷ് ഹോൾ ഡാഷ് ഫിസിക്കൽ എ തന്നെ വരിക അഞ്ചാമത്തത് ഇനി അടുത്തത് നോക്കാം അടുത്തത് ബി മൈനസ് സി കോംപ്ലിമെന്റ് ബി മൈനസ് സി ഡാഷ് ആറാമത്തത് ബി മൈനസ് സി കോംപ്ലിമെന്റ് നമുക്ക് രണ്ട് സെറ്റുകളുടെ ഡിഫറൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് വി ഹാവ് ബി മൈനസ് സി is equal to ബി മൈനസ് സി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എലിമെന്റ്സ് വിച്ച് ആർ ബിലോങ്സ് ടു ബി ബട്ട് വിച്ച് ആർ നോട്ട് ഇൻ സി ബിന്ന് സി കുറച്ച് കളയണം കോമൺ ആയുള്ളത് കളയണം അപ്പൊ ഇവിടെ 2 ബിയിൽ മാത്രമേ ഉള്ളൂ 4 2 കിലോ ഉണ്ട് 6 2 കിലോ ഉണ്ട് 8 തെറ്റിക്കരുത് ബിയിലാണ് നമുക്ക് ബേസിക് സെറ്റ് ബി ആണ് വരിക ബിയിൽ നിന്ന് ഏതെങ്കിലും എലിമെന്റ് സിയിൽ ഉണ്ടെങ്കിൽ അത് കുറച്ച് കളയണം അപ്പൊ 2 ഇവിടെ മാത്രമേ ഉള്ളൂ പക്ഷെ 4 അവിടെ ഉണ്ട് 6 അവിടെ ഉണ്ട് 8 കുഴപ്പമില്ല അപ്പൊ 2 8 എന്ന് വരിക ഇതിന്റെ കോംപ്ലിമെന്റ് ബി മൈനസ് സി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുയിലുള്ളതും ബി മൈനസ് സിയിൽ ഇല്ലാത്തതും 1 കുഴപ്പമില്ല 3 4 5 6 7 8 പാടില്ല 9 ഇതാണ് ബി മൈനസ് സി കോംപ്ലിമെന്റ് ആദ്യം ബി മൈനസ് സി കണ്ടു ആ സെറ്റ് എഴുതി അത് അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യുയിൽ ഉണ്ടാവണം അതിലുണ്ടാവാൻ പാടില്ല നെക്സ്റ്റ് രണ്ടാമത്തെ യു ഇസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഫൈൻഡ് ദി കോംപ്ലിമെന്റ് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ് നമുക്ക് ഇവിടെ തന്നെ എഴുതാം ഇവിടെ എ ഇസ് ഈക്വൽ ടു എ ബി സി എ ഡാഷ് നമുക്ക് എഴുതാം എ ഡാഷ് എന്ന് പറഞ്ഞാൽ യുവിൽ നമുക്കറിയാം സെറ്റ് എ ബി സി ഡി എഫ് ജി എച്ച് വരെ ഉണ്ട് എ ബി സി കഴിഞ്ഞ ബാക്കി നമുക്ക് ഡി ഇ എഫ് ജി എച്ച് ഇതാണ് എ ഡാഷ് വരിക കേട്ടോ എ ഒഴിച്ച് ബാക്കിയുള്ളത് എയിൽ എയും ബിയും സിയും പോയി കഴിഞ്ഞാൽ ബാക്കി ഡി ഇ എഫ് ജി എച്ച് ആണ് വരിക എ ഡാഷ് ഇനി അടുത്തത് ബി ഡാഷ് അതിന്റെ രണ്ടാമത്തെ കണക്ക് ബി ഡാഷ് കാണണം ബി ഡാഷ് ഈസ് ഈക്വൽ ടു ഇവിടെ ബിയിലുള്ളത് ഡി ഇ എഫ് ജി ആണ് ബി ഡാഷ് ഈസ് ഈക്വൽ ടു എ ബി സി ഡി ഇവിടെ ഉണ്ട് ഇ ഇവിടെ ഉണ്ട് എഫ് ഉണ്ട് എച്ച് എ ബി സി എച്ച് ഇതാണ് ബി ഡാഷ് കേട്ടോ കാരണം ബിയിലുള്ളത് എഴുതാൻ പാടില്ല ബിയിൽ ഡി ഉണ്ടായിരുന്നു ഇ ഉണ്ടായിരുന്നു എഫ് ഉണ്ടായിരുന്നു ജി ഉണ്ടായിരുന്നു ബാക്കിയുള്ളത് വരിക എയും ബിയും സിയും എച്ചും വരും ഇതാണ് ബി ഡാഷ് അടുത്തത് സി ഡാഷ് ഈസ് ഈക്വൽ ടു സിയിൽ ഇപ്പോൾ ഉള്ളത് എ സി ഇ ജി ആണ് അപ്പൊ അത് ഒഴിച്ച് ബാക്കിയുള്ളത് ബി വരും എയും സിയും ഉണ്ട് പിന്നെ വരിക ഡി വരും ഇ ഉണ്ട് ഇവിടെ എഫ് വരും ജി ഇവിടെ ഉണ്ട് എച്ച് അതായത് സിയിലുള്ളത് നമുക്ക് വെട്ടിക്കളഞ്ഞാൽ സിയിലുള്ളത് ഏതൊക്കെയാന്ന് വെച്ചാൽ എ പാടില്ല സി പാടില്ല ഇ പാടില്ല ജി പാടില്ല ബാക്കിയുള്ളത് നമ്മൾ എഴുതിയാണ് കേട്ടോ ബി ഡി എഫ് എച്ച് ഇതാണ് നമുക്ക് സി ഡാഷ് വരിക അടുത്തത് ഡി ഡാഷ് ശ്രദ്ധിക്കണേ അവര് എ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ തെറ്റരുത് പെട്ടെന്ന് എഴുതുമ്പോൾ ഓൾറെഡി ഡി ഡാഷ് എഴുതുമ്പോൾ എ ഇവിടെ ഉണ്ട് കേട്ടോ എ ഇവിടെ ഉണ്ട് 2 കിലോ ഉണ്ട് അപ്പൊ എഴുതാൻ പാടില്ല എഫ് ഉണ്ട് ജി ഉണ്ട് എച്ച് ഉണ്ട് അത് ഒഴിച്ച് ബാക്കിയുള്ളത് വരുന്നത് ബി സി ഡി ഇ ആണ് വരിക കേട്ടോ ബി സി ഡി ഇ ആണ് ഡി ഡാഷ് വരിക അപ്പൊ ഇവിടെ അവര് എ അവസാനം കൊടുത്തത് അപ്പം ശ്രദ്ധിക്കണം എഴുതുമ്പോൾ നമ്മൾ അത് ഒഴിവാക്കി എഴുതുമ്പോൾ ഇങ്ങനെ കിട്ടുക സോ ദിസ് ഈസ് ഡി ഡാഷ് ബി സി ഡി ഇ ഇനി നമുക്ക് മൂന്നാമത്തത്
ഇത് നമുക്ക് സെറ്റ് ബില്ലർ ഫോമിൽ തന്നിട്ടുണ്ട്. സെറ്റ് ബില്ലർ ഫോം കൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ആൻസർ എഴുതുമ്പോഴും അതേ ഫോമിൽ തന്നെ എഴുതിയാൽ മതി. നമുക്ക് അറിയാൻ വേണമെങ്കിൽ റോസ്റ്റർ ഫോമിൽ നമുക്ക് എഴുതി നോക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ taking the set of natural numbers as the universal set, write down the complements of the following sets. അപ്പൊ നമുക്ക് u is equal to n ഇവിടെ തന്നെയാണ് കേട്ടോ. u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n തന്നെ, സെറ്റ് ഓഫ് u എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതായത് നമുക്കറിയാം 1 2 3 4 5 6 അങ്ങനെ പോണ സെറ്റിന് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് എന്ന് പറയാം. ഇവിടെ റോസ്റ്റർ ഫോമിൽ എഴുതാന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നിനും മാറ്റേണ്ടി വരും. സെറ്റ് ബിൽഡർ ഫോമിൽ തന്നെ ആൻസർ എഴുതിയാൽ മതി വെച്ചാൽ നമുക്ക് നേരെ എഴുതാം. ഇവിടെ എക്സ് ഈസ് എൻ ഈവൺ നാച്ചുറൽ നമ്പർ ഒന്നാമത്തത്. അപ്പൊ അത് നമ്മൾ ലെറ്റ് എ ഈസ് ഈക്വൽ ടു എന്ന് എഴുതി. ഇനി നേരെ അതിന്റെ കോംപ്ലിമെന്റ് എഴുതാം. ഒന്നാമത്തെ കോംപ്ലിമെന്റ് എന്താ വരിക? നമ്മൾ ഇതിന് ഏന്ന് പേര് കൊടുത്തു വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ ഈവൺ നാച്ചുറൽ നമ്പർ എഴുതി. അങ്ങനെ വെച്ചാൽ അതിന്റെ കോംപ്ലിമെന്റ് എ ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ, നോട്ട് ഈവൺ നാച്ചുറൽ നമ്പർ എന്ന് എഴുതാം. പക്ഷെ കുറച്ചും കൂടി നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതുമ്പോൾ എക്സ് ഈസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ, എക്സ് ഇസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി അഥവാ നമ്മൾ ഇത് റോസ്റ്റർ ഫോമിൽ എഴുതാന്ന് പറഞ്ഞാൽ എ ഇസ് ഈക്വൽ ടു ഈവൺ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 2 4 ഇങ്ങനെയാണ് വരിക. എ ഇസ് ഈക്വൽ ടു 2 4 6 8 എക്സെട്ര. അപ്പൊ അതിന്റെ എ ഡാഷ് എന്ന് പറഞ്ഞാൽ അതിന്റെ കോംപ്ലിമെന്റ് 1 3 5 7 എക്സെട്ര ഇങ്ങനെ വരിക. പക്ഷെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നെ എഴുതിയാൽ മതി ആൻസർ എഴുതുമ്പോൾ എ ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ ഒന്നാമത്തെ. രണ്ടാമത്തത് എക്സ് ഈസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ, അത് ബി എന്ന് പറഞ്ഞ സെറ്റ് ആണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് ബി ഡാഷ് എന്തായിരിക്കും? ഓഡ് നാച്ചുറൽ നമ്പറിന്റെ കോംപ്ലിമെന്റ് ഈവൺ നാച്ചുറൽ നമ്പർ ആയിരിക്കും കേട്ടോ. ഇത് ബി ആണെങ്കിൽ ബി ഡാഷ്, ബി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സെറ്റ് 1 3 5 7 അങ്ങനെയാണ് പോണത്. അപ്പൊ അതിന്റെ ബി ഡാഷ് എന്താ വരിക? അതൊഴിച്ച് ബാക്കിയുള്ളത് ഈവൺ വരിക, 2 4 6 8 അങ്ങനെ വരിക. പക്ഷെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നെ എഴുതുകയാണെങ്കിൽ ബി ഡാഷ് ഈസ് ഈക്വൽ ടു സെറ്റ് ഫോർ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ ഈവൺ നാച്ചുറൽ നമ്പർ. ഓഡ് നാച്ചുറൽ നമ്പറിന്റെ കോംപ്ലിമെന്റ് ഈവൺ നാച്ചുറൽ നമ്പർ ആയിരിക്കും. ഈവൺ നാച്ചുറൽ നമ്പർ കോംപ്ലിമെന്റ് ഓഡ് നാച്ചുറൽ നമ്പർ ആയിരിക്കും. ഇവിടെ നമ്മൾ രണ്ടാമത്തത് ബി എന്ന് വിളിച്ചാൽ ബി ഡാഷ് ഈസ് ഈക്വൽ ടു സെറ്റ് ഫോർ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ ഈവൺ നാച്ചുറൽ നമ്പർ. റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോഴാണ് അങ്ങനെ ശ്രദ്ധിക്കേണ്ടത്. എക്സ് ഈസ് എൻ ഈവൺ നാച്ചുറൽ നമ്പർ. നെക്സ്റ്റ് 3 സി ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3. x is a positive multiple of 3 and the complement എന്താ വരിക? x such that x is not a positive multiple of 3, not a positive multiple of 3 അങ്ങനെ എഴുതിയ ആൻസർ ആയി കേട്ടോ. എക്സ് നമ്മളിത് റോസ്റ്റർ ഫോമിൽ എഴുതാൻ വിചാരിക്കും. സി ആണെങ്കിൽ നമുക്കറിയാം തന്ന സെറ്റ് പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3 6 9 12 എക്സെട്ര അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് സി ഡാഷ് എന്ന് പറഞ്ഞാൽ അത് ഒഴിച്ച് ബാക്കിയുള്ളത് നമ്മൾ 1 2 വരും, 4 5 വരും, 7 8 വരും, അങ്ങനെ പോകും. പക്ഷെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നെ എഴുതാൻ വെച്ചാൽ എളുപ്പമാണ്, ഏറ്റവും എളുപ്പമാണ്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് നോട്ട് ചേർത്താൽ മതി, നോട്ട് എ പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3. എക്സ് ഈസ് നോട്ട് എ പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് എഴുതി കഴിഞ്ഞാൽ ആൻസർ ആയി. റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ മാത്രം നമ്മൾ ഇങ്ങനെ എഴുതണ്ടു. സി സികൾ എഴുതണം, അതിന്റെ കോംപ്ലിമെന്റ് ഇങ്ങനെ എഴുതണം. സെറ്റ് ബിൽഡർ ഫോമിലാണ് നമുക്ക് ആൻസർ കൊടുക്കേണ്ടത്, കൊടുത്താൽ മതി. അപ്പൊ എളുപ്പമാണ്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് നോട്ട് എ പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3 അങ്ങനെ എഴുതിയാൽ മതി. അടുത്തത് എക്സ് ഈസ് എ പ്രൈം നമ്പർ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അതിന് ട്രിവിയൽ ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളത്, പ്രോപ്പർ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത നമ്പേഴ്സ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം. 5ന് ആകെ നമുക്ക് 2 ട്രിവിയൽ ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, 1 ഉം 5 ഉം. പക്ഷെ 6നെ സംബന്ധിച്ച് നമുക്കറിയാം ട്രിവിയൽ ഫാക്ടേഴ്സ് 1 ഉം 6 ഉം കൂടാണ്ട് അതിന് 2 ഉം 3 എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ 6 കോമ്പോസിറ്റ് ആണ്, 5 പ്രൈം നമ്പർ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, 2 എന്ന് പറഞ്ഞ പ്രൈം നമ്പർ ആണ്, 2 തൊട്ടാണ് കേട്ടോ. ഈ 1നെ നമ്മൾ പ്രൈമും കോമ്പോസിറ്റ് ആയിട്ട് കണക്കാക്കില്ല. അപ്പൊ നമുക്ക് ഇവിടെ എക്സ് ഈ സെറ്റ് നമ്മൾ ഡി ആണെങ്കിൽ ഡി സിക്കൽ തന്ന സെറ്റ് തന്നെ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 തൊട്ടാ തുടങ്ങുക. 2 3 4 പ്രൈം അല്ല, 5 7 11 13 അങ്ങനെ പോകും. 11 13 ഇങ്ങനെ പോണ നമ്പേഴ്സിനാണ് നമ്മൾ അറിയാം. അപ്പൊ ഡി ഡാഷ് എഴുതുമ്പോൾ നമുക്ക് ഈ ഫോമിൽ എഴുതുന്ന വെച്ചാൽ നമുക്കറിയാം ഡി ഡാഷ് നമ്മൾ 1 എഴുതും, പിന്നെ 4 എഴുതും, പിന്നെ 6 എഴുതും, പിന്നെ 8 എഴുതും, 9 എഴുതും, അങ്ങനെ പോകും. അപ്പൊ ശരിയാണ് ആൻസർ. പക്ഷെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ എക്സ് ഈസ് എ പ്രൈം നമ്പർ എന്നാണ് നമുക്ക് തന്നത്. ഡി ആണെങ്കിൽ സെറ്റ് ഡി ഡാഷ് എക്സ് ഈസ് എ
എക്സ് ഇസ് നോട്ട് എ പ്രൈം നമ്പർ എന്ന് എഴുതാം, പക്ഷെ കുറച്ചും കൂടി കോമ്പോസിറ്റ് നമ്പർ എന്ന് എഴുതാം. പക്ഷെ കോമ്പോസിറ്റ് നമ്പർ എന്ന് എഴുതുമ്പോൾ നമുക്ക് ചെറിയ പ്രശ്നമുണ്ട്, 1 പെടില്ല അതിൽ. പക്ഷെ ഇതിൽ ഈ സെറ്റ് 1 പെടും വേണം അതിന്റെ കോംപ്ലിമെന്റിൽ. അപ്പൊ ഡി ഡാഷ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. കോമ്പോസിറ്റ് നമ്പർ മാത്രമായി കഴിഞ്ഞാൽ നമുക്ക് 1 പെടില്ല. കോമീറ്റർ എക്സ് ഈസ് ഈക്വൽ 1 കൂടി പെടുത്തണം, എക്സ് ഈസ് ഈക്വൽ 1 കൂടി അത് ചേർക്കണം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിന്റെ മാത്രം നമ്മൾ എക്സ് ഈസ് എ പ്രൈം നമ്പർ എന്ന് എഴുതി അതിന്റെ കോംപ്ലിമെന്റ് എഴുതുമ്പോൾ എക്സ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ എഴുതിയോണ്ട് കുഴപ്പമില്ല. എക്സ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ എന്ന് എഴുതുകയാണെങ്കിൽ 1 പെടില്ല, കാരണം 1 പ്രൈമും കോമ്പോസിറ്റ് ആയിട്ട് നമ്മൾ പെടുത്തിയില്ല. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് 4 തൊട്ട് നമ്മൾ എഴുതുക, 4, 6 അങ്ങനെ എഴുതി പോവുക. 1 പെടില്ല, പക്ഷെ ഇതിൽ 1 പെടണം. പ്രൈം അല്ലാത്ത നമ്പർ എഴുതുമ്പോൾ 1 അടക്കം പെടണം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, സെറ്റ് ബില്ലർ ഫോമിൽ എഴുതുമ്പോൾ എക്സ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ മാത്രം എഴുതിയാൽ പോരാ, അതിൽ കൂടെ 1 കൂടി ചേർക്കണം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ റോസ്റ്റർ ഫോമിലാണെങ്കിൽ നമുക്ക് വരും, ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പൊ അത് അങ്ങനെ ചെയ്യാം. അടുത്തത് x is a natural number divisible by 3 and 5. Divisible by 3 and 5. Divisible by 3 and 5 എന്ന് പറഞ്ഞാൽ അതിന്റെ കോംപ്ലിമെന്റ് വരിക, അതിന്റെ കോംപ്ലിമെന്റ് വരിക നമുക്ക് e ആണെങ്കിൽ e dash is equal to x such that x is a natural number which is not divisible by 3 or which is not divisible by 5. അല്ലെങ്കിൽ neither. Set of all x such that x is a natural number which is neither divisible by 3 nor divisible by 5. അതാണ് നല്ലത്, neither nor ഉപയോഗിക്കാം. x is a natural number which is neither divisible by 3 nor divisible by 5. ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. അതിന്റെ കോംപ്ലിമെന്റ് എഴുതുമ്പോൾ സെറ്റ് ബില്ലർ ഫോമിൽ തന്നെ നമുക്ക് ആൻസർ എഴുതിയാൽ മതി. മറ്റേ നമ്മൾ നോക്കണം ഓരോന്നും, 3 and 5 കൊണ്ട് വരുന്നത് ഏതൊക്കെയാണ് നോക്കണം. 15, 13 എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോകും, അത് ഒഴിച്ച് ബാക്കിയുള്ളത്. സോ നമുക്ക് സെറ്റ് ബില്ലർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതിയാൽ മതി, e dash is equal to set for x such that x is a natural number which is neither divisible by 3 nor by 5. ഇതാണ് കേട്ടോ. അടുത്തത് x is a perfect square. അപ്പൊ നമുക്ക് അതിന് കോംപ്ലിമെന്റ് എഴുതുമ്പോൾ x is not a perfect square എന്ന് എഴുതിയാൽ മതി. ശരിക്കും ഈ പെർഫെക്റ്റ് സ്ക്വയർസ് ഏതാ വരിക, 1 ന്റെ 1, 1 ന്റെ 1, 2 ന്റെ 4. ശരിക്കും പറഞ്ഞാൽ ആ സെറ്റ് എന്താ വരിക, 1, 4, 3യുടെ വരിക 9, 4ന്റെ 16, 5ന്റെ 25, 36, 49 അങ്ങനെ പോണ സെറ്റിന് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയറിന്റെ സെറ്റ് എന്ന് പറയാം. അതൊഴിച്ച് ബാക്കിയുള്ളത് എഴുതിയാൽ മതി അതിന്റെ കോംപ്ലിമെന്റ് ആകുമ്പോൾ. അപ്പൊ നമുക്ക് എന്താ വരിക, 2, 3, 4 പെടില്ല, 5, 6, 7, 8 അങ്ങനെ നമുക്ക് എഴുതിയാൽ മതി ആ സെറ്റ് കേട്ടോ, അതിന്റെ കോംപ്ലിമെന്റ്. പക്ഷെ സെറ്റ് ബില്ലർ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് എളുപ്പമാണ്, ഇതൊന്നും നമുക്ക് എഴുതാൻ നിൽക്കണ്ട. എക്സ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. എക്സ് ഈസ് ഇവിടെ അതിന്റെ കോംപ്ലിമെന്റ് എഴുതുമ്പോൾ നോട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പൊ ആറാമത്തെ ആൻസർ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ഇതുമാതിരി തന്നെയാണ് നമുക്ക് ക്യൂബിന്റെ അടുത്തത്, ഏഴാമത്തത് ക്യൂബാണ്. എക്സ് ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, 1ന്റെ ക്യൂബ് 1, 2ന്റെ ക്യൂബ് 8, 3യുടെ ക്യൂബ് 27, 4ന്റെ ക്യൂബ് 64 അങ്ങനെ പോകും. അതൊഴിച്ച് ബാക്കിയുള്ളത് എഴുതിയാൽ മതി അതിന്റെ കോംപ്ലിമെന്റ് എഴുതുമ്പോൾ. പക്ഷെ നമുക്ക് ഇവിടെ സെറ്റ് ബില്ലർ ഫോമിൽ എഴുതുമ്പോൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ് എന്ന് എഴുതിയാൽ മതി. എക്സ് ഈസ് ഇവിടെ ഒരു നോട്ട് ചേർത്താൽ മതി, അതാണ് എളുപ്പം. ഇപ്പൊ എക്സാമിന് മാർക്ക് കിട്ടും അങ്ങനെ എഴുതിയ കേട്ടോ. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആയി. അടുത്തത് എക്സ് സച്ച് ദാറ്റ് എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 8. ചില കുട്ടികൾ എന്ത് എഴുതും വെച്ചാൽ അതിന്റെ കോംപ്ലിമെന്റ് എഴുതുമ്പോൾ എക്സ് പ്ലസ് 5 നോട്ട് ഈക്വൽ ടു 8 എന്ന് എഴുതും. തെറ്റൊന്നും പറയാൻ പറ്റില്ല, കറക്റ്റ് ആണ് കേട്ടോ. പക്ഷെ നമുക്ക് അതിന്റെ സൊല്യൂഷൻ ഒന്ന് കണ്ടിട്ട് എഴുതിയാൽ കുറച്ചുകൂടി നല്ലതാണ്. എന്തായിരിക്കും എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും നമുക്കറിയാം. എക്സ് പ്ലസ് 5 അതൊരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ, ലീനിയർ ഇക്വേഷൻ ആണ്. സോൾവ് ചെയ്യുമ്പോൾ ആകെ ഒരു സൊല്യൂഷൻ കിട്ടുക, എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 8. ഇവിടെ എക്സ് കാണെങ്കിൽ അങ്ങനെ അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ +5 അങ്ങോട്ട് എടുക്കുമ്പോൾ -5 ആവും, 8 - 5 ആവും. അതായത് 3 ആണ് കേട്ടോ അതിന്റെ വാല്യൂ വരിക. എക്സ് ഈക്വൽ ടു 3 എന്നർത്ഥം. പിന്നെ കോംപ്ലിമെന്റ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഇതിന്റെ കോംപ്ലിമെന്റ് എഴുതുമ്പോൾ എക്സ് സച്ച് ദാറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 3 എന്ന് എഴുതിയാൽ മതി. ഇതിന്റെ വാല്യൂ ശരിക്കും എക്സ് പ്ലസ് 5 നോട്ട് ഈക്വൽ ടു 8 എന്ന് പറഞ്ഞാൽ കറക്റ്റ് തന്നെയാണ് ആൻസർ. പക്ഷെ അതിന് പകരം നമുക്ക് എക്സ് സച്ച് ദാറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 3, കാരണം ഇതിന്റെ വാല്യൂ കിട്ടുന്നത് x3 എന്നുള്ള വാല്യൂ കിട്ടുന്നത്. അത് ഒഴിച്ച് ബാക്കിയുള്ളത് എക്സ് ഈസ് നാച്ചുറൽ നമ്പർ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, സച്ച് ദാറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 3. ഇതാണ് അതിന്റെ കോംപ്ലിമെന്റ്. അടുത്തതും അതേപോലെ തന്നെയാണ് ഏകദേശം.
അതും ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ തന്നെയാണ്, കുറച്ചും കൂടി ഇത്തിരി കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് മാത്രം ഇക്വേഷൻ. 2x + 5 = 9 എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്റ് എഴുതുമ്പോൾ 2x + 5 ≠ 9 എഴുതിയ ആൻസർ കറക്റ്റ് ആണ്. പക്ഷെ നമുക്ക് അതിന്റെ സൊല്യൂഷൻ കണ്ടു നോക്കാം. 2x + 5 = 9. ആദ്യം നമ്മൾ ഈ 5 കൊണ്ട് കൊണ്ടുപോകാം കേട്ടോ. 2x + 5 = 9. 2x + 5 = 9. ആദ്യം +5 ആകുമ്പോൾ -5 ആയി. 2x = 9 - 5 എന്ന് പറഞ്ഞാൽ 4. ഇവിടെ ഇൻറ്റു ഉള്ളത് അങ്ങോട്ട് മുമ്പ് ഡിവിഷൻ ആവും. അപ്പൊ x = 4/2. 2 ആണ്. x = 2 ആണ് വരിക കേട്ടോ. ഇവിടെ നമുക്ക് എന്താ വരിക? x such that 2x + 5 ≠ 9 എഴുതുന്നത് x such that x not equal to 2 എന്ന് എഴുതിയാൽ മതി കേട്ടോ. x not equal to 2 എന്ന് എഴുതാം. ഇനി നമുക്ക് രണ്ടെണ്ണം കൂടി ഉണ്ട് അതില്. ഇനി നമുക്ക് x such that x greater than or equal to 7. x greater than or equal to 7 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 7 അടക്കം ഈക്വൽ ടു കാരണം 7, 8, 9 അങ്ങനെ പോവുക. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് എന്താ? x less than 7. set for x such that x less than 7 ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഗ്രേറ്റർ than or equal to 7ന്റെ കോംപ്ലിമെന്റ് less than 7. അപ്പോ less than 7 എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് എന്താ വരും ശരിക്കും പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 വരെയാണ്. 6 വരെ വരും കേട്ടോ. ലെസ് ദാൻ 7 എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 7 ഉള്ള 7 അടക്കമുണ്ട് അവിടെ. അപ്പൊ ഈ സെറ്റ് ശരിക്കും പറഞ്ഞാൽ 7, 8, 9, 10 അങ്ങനെ പോണ സെറ്റാണ്. അതിന്റെ കോംപ്ലിമെന്റ് 1 മുതൽ 6 വരെ. അതായത് x such that x is less than 7 ഇങ്ങനെ വരിക. അടുത്തത് ഒരു ഇനീക്വാലിറ്റി ആണ്. നമുക്കത് നോട്ട് ഈക്വൽ എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. x such that x belongs to n 2x + 1 greater than 10. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് എന്താ വരിക വെച്ചാൽ 2x + 1 less than or equal to 10 ഇങ്ങനെ എഴുതിയാൽ മതി. x such that x belongs to n and 2x + 1 ഇവിടെ ഗ്രേറ്റർ ദാൻ 10 ആണ്. അപ്പൊ നമ്മൾ അതിന്റെ കോംപ്ലിമെന്റ് ലെസ് ദാൻ or equal to 10 എന്ന് എഴുതണം. ഈ കോംപ്ലിമെന്റ് എഴുതുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഗ്രേറ്റർ മാത്രം വെച്ചാൽ ഇവിടെ ലെസ് ദാൻ or equal to വരണം. ഇതിന്റെ വാല്യൂ കാണാൻ വേണ്ടി നമ്മൾ പിന്നീട് പഠിക്കേണ്ട ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഉള്ള ചാപ്റ്ററിൽ പഠിക്കേണ്ട 2x + 1 less than or equal to 10 എങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ ഇൻഇക്വാലിറ്റിയുടെ മാതിരി തന്നെയാണ് ചെയ്യുക. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മാത്രം ശ്രദ്ധിക്കണം. ബാക്കിയെല്ലാം സെയിം തന്നെ. ഈ 1 ആദ്യം അങ്ങോട്ട് എടുക്കുമ്പോൾ നമുക്ക് 2x less than or equal to ഈ 1 അങ്ങോട്ട് -1 ആയി. 10 - 1 9 ആയി. x less than or equal to 9/2. x less than or equal to 9/2. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ സെറ്റിനെ ഇങ്ങനെ എഴുതാം. set of all x such that x belongs to n, x less than or equal to 9/2. 9/2 എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 4.5 വരിക. അപ്പൊ നാച്ചുറൽ നമ്പർ 4.5 താഴെ വരിക വെച്ചാൽ 1, 2, 3, 4 വരിക. 1, 2, 3, 4 കേട്ടോ. 1, 2, 3, 4 വരും. ഇതാണ് അത്. അപ്പൊ ഓരോന്നും നമ്മൾ ഇങ്ങനെ സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റാണ്. ഓരോന്നിനും നമ്മൾ കോംപ്ലിമെന്റ് എഴുതി അത് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റണമെന്നില്ല. സെറ്റ് ബില്ലർ ഫോമിൽ തന്നെ എഴുതുമ്പോഴാണ് എളുപ്പം. നമുക്ക് നേരെ എഴുതിയാൽ മതി. അത് കഴിഞ്ഞു. ഇനി നാലാമത്തെ കണക്ക്. നാലോട്ട് നമുക്ക് നോക്കാം. If u is equal to set 1, 2, 3, 4, 5, 6, 7, 8, 9. A is equal to 2, 4, 6, 8. B is equal to 2, 3, 5, 7. Verify that A union B dash is equal to A dash intersection B dash and A intersection B dash is equal to A dash union B dash. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിന് നമ്മൾ ഡി മോർഗൻസ് ലോ എന്ന് പറയാം കേട്ടോ. അപ്പൊ ഈ ഡി മോർഗൻസ് ലോ വെരിഫൈ ചെയ്യാൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. യു തന്നിട്ടുണ്ട്, എയും തന്നിട്ടുണ്ട്, ബിയും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെപ്പറേറ്റ് ഒന്ന് എഴുതി നോക്കാം. u is equal to set 1, 2, 3, 4, 5, 6, 7, 8, 9 വരെ തന്നിട്ടുണ്ട്. നാലാമത്തെ പ്രോബ്ലം ആണ്. എ എന്ന് പറയുമ്പോൾ 2, 4, 6, 8. A is equal to 2, 4, 6, 8. 2, 4, 6, 8. B is equal to
B is equal to 2357. 2357. നമുക്ക് ഡിമോർഗൻസ് പ്രോപ്പർട്ടിയാണ് വെരിഫൈ ചെയ്യാൻ പറയുന്നത്. ആദ്യത്തെ നമുക്ക് എ യൂണിയൻ ബി ഡാഷ് ആണ്. എ യൂണിയൻ ബി ഡാഷ് ഈസ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഇതാണ് വെരിഫൈ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS കാണണം. അതിന് നമുക്ക് ആദ്യം എ യൂണിയൻ ബി കാണാം കേട്ടോ. വാട്ട് ഈസ് എ യൂണിയൻ ബി? എ യൂണിയൻ ബി സിയിൽ ഡയറക്റ്റ് എഴുതാം. ഞാൻ പക്ഷെ ഇവിടെ എടുത്ത് എഴുതുന്നു മാത്രം. 2468 യൂണിയൻ 2357. രണ്ടിന് യൂണിയൻ എന്ന് പറഞ്ഞാൽ രണ്ടും ചേർത്ത് എഴുതിയാൽ മതി. സോ വി ഹാവ് 2468 അഗൈൻ 2 വേണ്ട 357. ഇതാണ് എ യൂണിയൻ ബി. എന്താ വരിക? 2468 വരും, ഇതിന്റെ കൂടെ 357 കൂടി വരും. ഇതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യൂല് ഉണ്ടാവണം, ഇതിലുണ്ടാവാൻ പാടില്ല. അപ്പൊ യൂല് ഉണ്ട്, ഇതിലില്ലാത്ത 1, 2 ഇതിലുണ്ട്, 3 അവിടെ ഉണ്ട്, 3 ഉണ്ട്, 3 പാടില്ല എഴുതാൻ. അപ്പൊ 1 എഴുതി, 2 പാടില്ല, 3 പാടില്ല, 4 പാടില്ല, 5 പാടില്ല, 6 പാടില്ല, 7 പാടില്ല, 8 പാടില്ല, 9. 1 9 എന്ന് കിട്ടും. അപ്പൊ ശ്രദ്ധിച്ച് എഴുതണം. എ യൂണിയൻ ബി ഒഴിച്ച് ബാക്കിയുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് നോക്കാം. അപ്പൊ ബാക്കി യൂയിൽ വരണത് 1ഉം 9ഉം. ലെറ്റ് ബി നമ്പർ 1. നമ്പർ 1 എന്ന് വിളിക്കാം. നമ്മൾ ഇനി എ ഡാഷ് RHS കാണുമ്പോൾ നമുക്ക് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ആണ്. എ ഡാഷ് കണ്ടു നോക്കാം കേട്ടോ. എ ഒഴിച്ച് ബാക്കിയുള്ളത്. അപ്പൊ എയിൽ ഇല്ലാത്തത് 1, 2 ഉണ്ട്, 3, 4 ഇവിടെ ഉണ്ട്, 5, 6 ഇവിടെ ഉണ്ട്, 7, 8 ഇവിടെ ഉണ്ട്, 9. ഇതാണ് എ ഡാഷ്. ഇതൊരു ബി ഡാഷ് കണ്ടുപോകുക. ബിയിൽ ഇല്ലാത്തത് 1, 2 ഉണ്ട്, 3 ഉണ്ട്, 4, 5 ഉണ്ട്, 6, 7 ഉണ്ട്, 8, 9. നമ്മൾ എയും എ ഡാഷും ബി ഡാഷും എഴുതി. ഇനി അതിനാണ് ഇന്റർസെക്ഷൻ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. രണ്ടിനും കോമൺ ആയിട്ട് വരുന്നത് 1 രണ്ട് ഭാഗത്തും കോമൺ ആണ്. 1 ഉണ്ട്, 3 ഇല്ല, 5 ഇല്ല, 7 ഇല്ല, 9. അപ്പൊ തന്നെ അതിന് നമ്പർ 2 എന്ന് കൊടുക്കുക. നമ്പർ 1ഉം കിട്ടിയാണ്, രണ്ടും സെയിം സെറ്റ് ആണ്. ഫ്രം 1 and 2, from equation number 1 and equation number 2, we have A union B dash is equal to A dash intersection B dash. Hence, De Morgan's law is verified. One case. Second case, നമുക്ക് A intersection B dash is equal to A dash union B dash. അതാണ് വെരിഫൈ ചെയ്യേണ്ടത്. ഡി മോർഗൻസ് ലോയില് ഡി മോർഗൻസ് പ്രോപ്പർട്ടി രണ്ടെണ്ണുള്ളത്. ഒരെണ്ണം നമ്മൾ വെരിഫൈ ചെയ്തു. രണ്ടാമത്തത് എ ഇന്റർസെക്ഷൻ ബി ഡാഷ്. രണ്ടാമത്തത് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഇതാണ് വെരിഫൈ ചെയ്യേണ്ടത്. നമുക്ക് LHS കാണാം. ഞാൻ ആദ്യം എ ഇന്റർസെക്ഷൻ ബി കാണാം. എ ഇന്റർസെക്ഷൻ ബി രണ്ടിനും കോമൺ ആയിട്ടുള്ളത് എടുത്തെഴുതുന്ന നിർബന്ധമില്ല. A2468 ഇന്റർസെക്ഷൻ B2357. രണ്ടിന് ഇന്റർസെക്ഷൻ കോമൺ ആയിട്ട് വരുന്നത് 2 ഉണ്ട്, രണ്ട് ഭാഗത്തുണ്ട്. 4 ഇല്ല, 6 ഇല്ല, 2 മാത്രമേ ഉള്ളൂ. 2 ഇവിടെ 2 ഉണ്ട്, 2 ഉണ്ട്. 4 ഇല്ല, 6 ഇല്ല, 8 ഇല്ല. ഇനി അതിന്റെ ഡാഷ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് യൂയിൽ ഉണ്ടാവണം. അപ്പൊ 2 ഒഴിച്ച് ബാക്കിയെല്ലാം യൂയിൽ എഴുതാം. 1 3 4 5 6 7 8 9. ഇനി എ ഡാഷ് ബി ഡാഷ് നമ്മൾ എഴുതി വെച്ചതാണ്. നമുക്ക് ഒന്നുകൂടി എഴുതാം. എ ഡാഷ് ഈസ് ഈക്വൽ ടു 1 3 5 7 9. ബി ഡാഷ് 1 4 6 8 9. ഇത് രണ്ടിന് യൂണിയൻ ചേർത്ത് എഴുതണം. നമ്മൾ ഫസ്റ്റ് നമ്മൾ എ ഇന്റർസെക്ഷൻ ബി ഡാഷിനെ 1 മാർക്ക് ചെയ്യാം. ഇവിടെ എ ഡാഷ് യൂണിയൻ ബി ഡാഷ് നോക്കാം. രണ്ടും ചേർത്ത് എഴുതുമ്പോ 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്. അത് നമുക്ക് ഇത് ഒഴിച്ച് ബാക്കിയെല്ലാം 2 ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ടെന്ന് അർത്ഥം കേട്ടോ. ഇവിടെ ഇതാണ് നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ലും നമുക്ക് കിട്ടിയ സെറ്റും ഇവിടെ കിട്ടിയ സെറ്റും സെയിം ആണ്. സോ ഫ്രം 1 and 2 we have, from equation number 1 and equation number 2 we get A intersection B dash is equal to A dash union B dash. ഇതാണ് നമ്മുടെ വേറൊരു ഡി മോർഗൻസ് പ്രോപ്പർട്ടി. രണ്ടെണ്ണത്തിൽ ആദ്യം പ്രൂവ് ചെയ്തു, രണ്ടും പ്രൂവ് ചെയ്തു കേട്ടോ. ഇങ്ങനെ സെറ്റ് തന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്.
ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്രോ അപ്രോപ്രിയേറ്റ് വെൻ ഡയഗ്രാം ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ്. 4 പ്രോബ്ലംസ് ഉണ്ട്. There are 4 problems. So we have to draw Venn diagram. A union B dash. A union B dash. Fifth one is ഒന്നാമത്തത് A union B dash. Venn diagram വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഒറ്റയടിക്കൊന്നും വരയ്ക്കേണ്ട, കുറച്ച് സ്റ്റേജ് ആയിട്ട് വരയ്ക്കാം. ഫസ്റ്റ് A union B വരച്ചു നോക്കാം നമുക്ക് കേട്ടോ. A union B വരയ്ക്കണമെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോഴും യൂണിറ്റ് സെറ്റ് നമ്മൾ റെക്ടാംഗിൾ ഫോമിൽ വരച്ചു, റെക്ടാംഗിൾ ഷേപ്പിൽ വരച്ചു. എ ബി, എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്നത് എയിലുണ്ടായാലും മതി ബിയിലുണ്ടായാലും മതി. അപ്പൊ ഞാൻ അങ്ങനെ ഷെയ്ഡ് ചെയ്ത പോർഷനാണ് എ യൂണിയൻ ബി. നിങ്ങൾ പെൻസിലോട് അനുസരിച്ച് ശരിക്കും ഫുള്ള് ഇതിനെ ഡാർക്കൻ ചെയ്യാൻ പറ്റും. ഇതാണ് എ യൂണിയൻ ബി. സോ ദിസ് ഈസ് എ യൂണിയൻ ബി. നമുക്ക് അതിന്റെ കോംപ്ലിമെന്റ് വരയ്ക്കേണ്ടത്. കോംപ്ലിമെന്റ് വരയ്ക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് യു, ദിസ് ഈസ് എ, ദിസ് ഈസ് ബി. ഇതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ റെഡ് ഷെയ്ഡ് ചെയ്ത ബാക്കി അതൊഴിച്ച് ബാക്കിയുള്ളത് യുവിലുള്ളത്, ഇപ്പൊ എന്താണോ ഞാൻ ഷെയ്ഡ് ചെയ്തത് അതൊഴിച്ച് ബാക്കി, അങ്ങനെയാണല്ലോ നമുക്ക് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് യുവില് ഫുള്ള് വരും, അതിന്റെ ഉള്ളിലുള്ളതാ വരിക. എയും ബിയും മാത്രം നമുക്ക് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാണ്ട് നിൽക്കും ആ പോർഷൻ. പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. നമ്മൾ ക്ലാസ്സിൽ ചെയ്യും, അതിൻ്റെ നോട്ട് ബുക്കിൽ ചെയ്യുമ്പോൾ, ഈ എക്സാമിൽ ചെയ്യുമ്പോൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്തോളൂ, കുറച്ചും കൂടി അത് ക്ലിയർ ആയിട്ട് കിട്ടും. അതായത് എ യൂണിയൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഒഴിച്ച് ബാക്കിയുള്ളതാണ് വേണ്ടത്. ഈ എ യൂണിയൻ ബി നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ട് അത് ഒഴിച്ച് ബാക്കിയുള്ള ഷെയ്ഡ് ചെയ്യണം കേട്ടോ. സോ ദിസ് ഈസ് എ യൂണിയൻ ബി ഡാഷ്. കുറച്ച് പ്രോബ്ലംസ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഇവിടെ ഇങ്ങനെ ഷെയ്ഡിങ് ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ വൈറ്റ് കളറിൽ കാണുക, എയും ബിയും കൂടി ഇങ്ങനെയുള്ളത് കാണുക. ഇതാണ് എ യൂണിയൻ ബി ഡാഷ്. ഇതിൽ രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തത് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് 5 രണ്ടാമത്തത് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. നമുക്കൊരു 3 ഫിഗർ ആയിട്ട് വരയ്ക്കാം. ഫസ്റ്റ് എ ഡാഷ് വരയ്ക്കാം. ഇത് യു, ഇത് എ, ഇത് ബി. എ ഡാഷ് എന്ന് പറഞ്ഞാൽ എ ഒഴിച്ച് ബാക്കിയുള്ളത് യുവില്. അപ്പൊ എയുടെ വട്ടം മാത്രം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. എ ഡാഷ് എന്ന് പറഞ്ഞാൽ എ ഒഴിച്ച് ബാക്കിയുള്ളത്. ഇതാണ് എ ഡാഷ് വരിക. ഷെയ്ഡ് ചെയ്യുമ്പോൾ എയുടെ വട്ടം മാത്രം വൈറ്റ് ആയിട്ട് കാണണം. സോ ദിസ് ഈസ് എ ഡാഷ്, ഷെയ്ഡഡ് പോർഷൻ എ ഡാഷ്. ബി ഡാഷ് വരയ്ക്കുക. യു എഴുതി, എ എഴുതി, ബി എഴുതി. ബി ഡാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ബിയുടെ വട്ടം മാത്രം വെളുത്ത് കാണണം, ബാക്കിയെല്ലാം നമുക്ക് ഷെയ്ഡ് ചെയ്യാം. സോ ദിസ് ഈസ് ബി ഡാഷ്. സോ ദിസ് ഈസ് ബി ഡാഷ്. നമുക്ക് വേണ്ടത് രണ്ടിന്റെയും ഇന്റർസെക്ഷൻ, രണ്ടിനും കോമൺ ആയിട്ടുള്ളത് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ദിസ് ഈസ് എ ബി. എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്, അതായത് കോമൺ ആയിട്ടുള്ളത്. പുറമെ എന്തെങ്കിലും കോമൺ ഉണ്ട്, ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് കോമൺ ഇല്ല, കാരണം ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ, അത് ഇവിടെ ഇല്ല. അതുമാതിരി തന്നെ ഇത് ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. അപ്പൊ കോമൺ ആയിട്ട് വരുന്നത് എന്താ വെച്ചാൽ ഈ എയും ബിയും ആ ഇവിടെ വെയിറ്റ് കാണുന്നത് ഇതും കോമൺ അല്ല, ഇതും കോമൺ അല്ല. അപ്പൊ അതൊഴിച്ച് ബാക്കിയെല്ലാം വരുന്ന അർത്ഥം. എയും ബിയും കോമൺ അല്ല, കാരണം ഇവിടെ എയുടെ മാത്രമാണ് വൈറ്റ് ഉള്ളൂ, ഇവിടെ ബിയുടെ മാത്രം വൈറ്റ് ഉള്ളൂ. അപ്പൊ രണ്ടിനും കോമൺ ആയിട്ട് അതൊഴിച്ച് ബാക്കിയുള്ളതല്ലോ. നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരിക. നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ ചെയ്താല് നമുക്ക് എ യൂണിയൻ ബി ഡാഷ് കണ്ടില്ലേ,
ശരിക്കും ഡിമോർഗൻസ് പ്രോപ്പർട്ടി അനുസരിച്ച് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഡാഷ് ഇനി വരിക കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ ഫസ്റ്റ് പ്രോപ്പർട്ടിന്റെ ആൻസർ തന്നെയാണ് ഇതിലും വരിക. ഇതാണ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. അപ്പോൾ നേരത്തെ കണ്ട അതേ ഫിഗർ തന്നെ വരിക. കാരണം ബൈ ഡിമോർഗൻസ് ലോ വി നോ ദാറ്റ് എ യൂണിയൻ ബി ഡാഷ് ഈസ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. സോ നമ്മൾ നേരത്തെ എ യൂണിയൻ ബി ഡാഷിന്റെ ഫിഗർ വെച്ചാൽ അതും ഇത് തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് വരിക. അങ്ങനെ ശ്രദ്ധിച്ച് വരയ്ക്കണം. അതിൽ കഴിഞ്ഞ് അടുത്തത് എ ഇന്റർസെക്ഷൻ ബി ഡാഷ്. എ ഇന്റർസെക്ഷൻ ബി ഡാഷ്. മൂന്നാമത്തത് എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ്. ഫസ്റ്റ് നമ്മൾ എ ഇന്റർസെക്ഷൻ ബി വരയ്ക്കുക. ദിസ് ഈസ് യു, ദിസ് ഈസ് എ, ദിസ് ഈസ് ബി. സോ എ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിനും കോമൺ ആയിട്ടുള്ളത്, എക്കും ബിക്കും കോമൺ ആയിട്ടുള്ളത് ഈ പോർഷനാണ് എ ഇന്റർസെക്ഷൻ ബി വരിക കേട്ടോ. എ ഇന്റർസെക്ഷൻ ബി വരിക. സോ ദിസ് ഈസ് എ ഇന്റർസെക്ഷൻ ബി. ഇതിന്റെ കോമഡിന് എന്ന് പറഞ്ഞാൽ ഇതൊഴിച്ച് ബാക്കിയുള്ളത് എ ബി. അപ്പൊ നമുക്ക് കിട്ടുക ആ ഇവിടെ ഷെയ്ഡ് ചെയ്ത പോർഷൻ മാത്രം ഇവിടെ വൈറ്റ് ആയിട്ട് വരും. ഫസ്റ്റ് ഫിഗറിൽ ഏതാണോ ഷെയ്ഡ് ചെയ്തത് അത് മാത്രം ഇവിടെ ഷെയ്ഡിങ് വേണ്ട. അത് ഒഴിച്ച് ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ അത് മാത്രം നിൽക്കും, അത് മാത്രം വൈറ്റ് ആയിട്ട് നിൽക്കും. ഇതിനെ നമുക്ക് പറയുന്ന പേരാണ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഈ ഷെയ്ഡഡ് പോർഷൻ ഇവിടെ മാത്രം വൈറ്റ് ആയിട്ട് കാണണം. സോ ദിസ് ഈസ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ്. അപ്പൊ ഇവിടെ എ ഇന്റർസെക്ഷൻ ബി ഉണ്ട്, ആ പോർഷൻ മാത്രം ഇവിടെ വൈറ്റ് ആയിട്ട് നിൽക്കും, ബാക്കിയെല്ലാം നമ്മൾ ഷെയ്ഡ് ചെയ്യണം. ഇത് മാത്രമാണ് നമുക്ക് വൈറ്റ് ആയിട്ട് നിൽക്കുക, ബാക്കിയെല്ലാം ഷെയ്ഡ് ചെയ്യണം കേട്ടോ. സോ ദിസ് ഈസ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ്. അതിൽ ഒരെണ്ണൂടി ഉണ്ട് എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ആദ്യം എ ഡാഷ് വരയ്ക്കുക, ബി ഡാഷ് വരയ്ക്കുക, രണ്ടിന്റെ യൂണിയൻ ചേർത്ത് എഴുതണം. സോ ദിസ് ഈസ് യു, this is A, this is B. This is U, this is A, this is B. First let us draw A dash. A dash. A dash means we have to shade the portion in U other than A. A മാത്രം നിൽക്കും അങ്ങനെ. A യുടെ പോർഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം we have to shade. So this is A dash. So white color കാണുന്ന A യുടെ റൗണ്ട് മാത്രം കാണാം. So this is A dash. Similarly B dash. B യുടെ റൗണ്ട് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ഷെയ്ഡ് ചെയ്യണം. B യുടെ റൗണ്ട് ഒഴിച്ച് ബാക്കിയെല്ലാം ഷെയ്ഡ് ചെയ്യണം. ഇനി അതിന്റെ യൂണിയൻ എ ഡാഷ് ബി ഡാഷ് യൂണിയനാണ് വേണ്ടത്. യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇതിലുണ്ടായാൽ മതി, ഇതിലുണ്ടായാൽ മതി. അതിൽ രണ്ടിനും കോമൺ ആയിട്ട് ഇല്ലാത്ത മാത്രം നിൽക്കുള്ളൂ. അപ്പൊ ഈ പോർഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്, അപ്പൊ ഇവിടെ വരും. ഈ പോർഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്, ഇവിടെ വരും. അപ്പൊ രണ്ടിനും യൂണിയൻ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പോർഷൻ മാത്രമേ വരാത്തുള്ളൂ, ഈ പോർഷൻ മാത്രമേ വരാത്തുള്ളൂ. രണ്ടിനും കോമൺ ആയിട്ട് ഇല്ലാത്തത്. അല്ലെങ്കിൽ ഒന്നില് എയിലുണ്ട്, ഫസ്റ്റ് ഫിഗറിലുണ്ട്, അല്ലെങ്കിൽ സെക്കൻഡ് ഫിഗറിലുണ്ട്, എ ഡാഷിലുണ്ട്, ബി ഡാഷിലുണ്ട്. രണ്ടും കൂടി നോക്കുമ്പോൾ നമുക്ക് ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പോർഷൻ കിട്ടാം. ഡിമോർഗൻസ് പ്രോപ്പർട്ടി വെച്ച് നോക്കിയാലും അങ്ങനെ തന്നെ വരിക കേട്ടോ. കാരണം എ ഇന്റർസെക്ഷൻ ബിയുടെ ഡാഷ് ആണ് ഇത് വരിക. എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി ഒഴിച്ച് ബാക്കിയുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ ഡിമോർഗൻസ് പ്രോപ്പർട്ടി മനസ്സിലുണ്ടെങ്കിലും നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ എളുപ്പമുണ്ട്. സോ ദിസ് ഈസ് എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ശരിക്കും എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് പറഞ്ഞാലേ എ ഇന്റർസെക്ഷൻ ബിയുടെ ഡാഷ് ആണ്. എ ഇന്റർസെക്ഷൻ ബി നമുക്കറിയാം ഇതാണ്, അത് ഒഴിച്ച് ബാക്കിയുള്ളത് കേട്ടോ. ഇങ്ങനെ വെൻ ഡയഗ്രാം വരയ്ക്കാൻ നമുക്കറിയണം. മിസ്ലൈൻസിൽ വരുമ്പോൾ നമുക്ക് വീണ്ടും ചെയ്യാം. അടുത്തത് let U be the set of all triangles in a plane if A is the set of all triangles with at least one angle is different from 60. At least one angle is different from 60. At least one angle is different from
60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എ തന്നിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് വേർഡ്സിൽ എഴുതിയാൽ മതി. സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ആംഗിൾ ഡിഫറെന്റ് ഫ്രം 60. ദെൻ എ ഡാഷ് നമുക്ക് എന്ത് എഴുതാം? എ ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിലെങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്, ഈ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്, സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് with no angle different from 60, with no angle different from 60, with no angle different from 60 ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ no angle different from 60 എന്ന് പറഞ്ഞാൽ എന്താ? each angle is equal to 60. The set of all triangles with each angle is 60. ഈച്ച് ആംഗിൾ ഇസ് 60 എന്ന് പറയുന്നത് അർത്ഥം അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഈക്വലേറ്റർ ആംഗിൾ കേട്ടോ. ഒരു ട്രയാംഗിളിലെ 3 ആംഗിൾ 60 വരെ വെച്ചാൽ 3 സൈഡും ഈക്വലോ, അപ്പൊ ഈക്വലേറ്റർ ട്രയാംഗിൾ എന്ന് പറയാം. ദി സെറ്റ് ഓഫ് ഓൾ ഈക്വലേറ്റർ ട്രയാംഗിൾസ്, സെറ്റ് ഓഫ് ഓൾ ഈക്വലേറ്റർ ട്രയാംഗിൾസ്, ഈക്വലേറ്ററൽ ട്രയാംഗിൾസ് ഇതാണ് അതിന്റെ കോംപ്ലിമെന്റ് വരിക. ദി സെറ്റ് ഓഫ് ഓൾ ഈക്വലേറ്റർ ട്രയാംഗിൾസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ട്രയാംഗിൾസ് വിത്ത് നോ ആംഗിൾ ഡിഫറെന്റ് ഫ്രം 60 എന്ന് എഴുതാം, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ട്രയാംഗിൾസ് വിത്ത് ഈച്ച് ആംഗിൾ ഈസ് 60. വിത്ത് ഈച്ച് ആംഗിൾ ഈസ് 60 എന്ന് പറഞ്ഞാൽ അത് ഈക്വലേറ്റർ ആംഗിൾ ആണ് കേട്ടോ. അങ്ങനെ എഴുതാം. ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടി ഉണ്ട് ഇതിൽ അടുത്ത പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പർട്ടീസ് ചെയ്ത് ഓൾറെഡി. fill in the blanks to make each of the following a true statement. നമുക്ക് ഓരോന്ന് നോക്കാം കേട്ടോ. നമ്മൾ തുടക്കം തന്നെ പറഞ്ഞു എ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ ഒഴിച്ചുള്ളതാണ്. അപ്പൊ എയും എ ഡാഷ് ശരിക്കും പറഞ്ഞാൽ ഡിസ്റ്റോയിന്റ് സെറ്റ്സ് ആണ് കേട്ടോ. രണ്ടും നമുക്ക് കോമൺ ആയിട്ട് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഫുള്ള് കിട്ടും. എ ഇവിടെ വെച്ചാൽ ബാക്കിയുള്ളതിനെ നമ്മൾ ഇതിനെ എ വെച്ചാൽ ബാക്കിയുള്ള എ ഡാഷ്. അപ്പൊ എയും എ ഡാഷും ചേർന്ന് കഴിഞ്ഞാൽ യൂണിറ്റ് സെറ്റ് തന്നെ കിട്ടുക കേട്ടോ. എയും എ ഡാഷും ചേർന്ന് കഴിഞ്ഞാൽ യൂണിറ്റ് സെറ്റ് കിട്ടും. സോ എ യൂണിയൻ എ ഡാഷ് ഇസ് ഈക്വൽ ടു യു. ഇനി 5 ഡാഷ് എന്ന് പറഞ്ഞാൽ അറിയാം, 5യുടെ കോംപ്ലിമെന്റ് 5 ഡാഷ് വി ഹാവ് 5 ഡാഷ് ഇസ് ഈക്വൽ ടു യു ആണ്. അപ്പോൾ 5 ഡാഷ് ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഇന്റർസെക്ഷൻ എ ആണ്. യു എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെറ്റ് ആണ്, അതിനും എക്കും തമ്മിൽ ഇന്റർസെക്ഷൻ എ തന്നെ വരിക. 5 ഡാഷ് ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ എ തന്നെ വരിക കേട്ടോ. യു ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ എ ആണ് വരിക. ഈ ഐഡിയ നമുക്കറിയണം, 5 ഡാഷ് എന്ന് പറഞ്ഞാൽ യു ആണ്. അപ്പോൾ 5 ഡാഷ് ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ എ തന്നെ കിട്ടും. ഈ എയും ഇന്റർസെക്ഷൻ എ ഡാഷ് നമ്മൾ കണ്ടതാണ്, ഇത് രണ്ടും ഡിസ്റ്റോയിന്റ് സെറ്റ്സ് ആണ്. എ ഇന്റർസെക്ഷൻ എ ഡാഷ് നൾ സെറ്റ് വരിക കേട്ടോ. ഇത് രണ്ടും ഡിസ്റ്റോയിന്റ് സെറ്റ്സ് ആണ്. എ ഇന്റർസെക്ഷൻ എ ഡാഷ് നൾ സെറ്റ് വരിക. അതിനുശേഷം യു ഡാഷ് വാട്ട് ഈസ് യു ഡാഷ്? നൾ സെറ്റ് ആണ് വരിക. നൾ സെറ്റ് യു ഡാഷ് ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡാഷ് എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് ആണ്. നൾ സെറ്റിനും ഒരു സെറ്റിനും നമ്മൾ ഇന്റർസെക്ഷൻ നമുക്ക് നൾ സെറ്റിന്റെ ആയിരിക്കും കേട്ടോ. യു ഡാഷ് ഇന്റർസെക്ഷൻ എ ഇസ് ഈക്വൽ ടു നൾ സെറ്റ് ഇന്റർസെക്ഷൻ എ ആണ് വരിക. ദാറ്റ് ഈസ് നൾ സെറ്റ്. ഇതാണ് ഉള്ളത് കേട്ടോ. 1.5 ഇത്രയേ ഉള്ളത്. അതിനുശേഷം നമ്മൾ ഈ കണക്കുകളൊന്ന് ചെയ്യാൻ നോക്കണം. ഓരോന്നും ഇതിലൊരു 9 കണക്കുണ്ട്. 9 കണക്കും ഓരോന്നായിട്ട് ചെയ്യാൻ നോക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് കണക്ക് എഴുതുക, എന്നിട്ട് ചെയ്യാം. ഈ കോംപ്ലിമെന്റ് വെച്ചിട്ടുള്ള കണക്കുകൾ തന്നെയാണ് കേട്ടോ. എല്ലാം ഒന്നും നമുക്ക് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.